അക്ഷയ തൃതീയ. നമസ്കാരം. അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങുന്നതിന് ഉത്തമമാണെന്ന് പറയുന്നു. എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതിലെ സത്യാവസ്ഥ വിവരിക്കുകയാണ് ഞാൻ. സൂര്യനെ ആധാരമാക്കിയ മാസം സൗരമാസമെന്നും ചന്ദ്രനെ ആധാരമാക്കിയ മാസം ചാന്ദ്രമാസമെന്നുമാണ് നാമകരണം നിർവഹിച്ചിരിക്കുന്നത്. കാലത്തെ നാം സൗകര്യത്തിനായി ദിവസം, ആഴ്ച, പക്ഷം, മാസം, ഋതു, അയനം, വർഷം, വാഴവട്ടം, ശതാബ്ദം, യുഗം എന്നിങ്ങനെ കണക്കാക്കുന്നു. അതേപോലെ മാസങ്ങളെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നിങ്ങനെയും കണക്കാക്കുന്നു. ഇത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. സൂര്യൻ മേടമാസത്തിലേക്ക് പ്രവേശിക്കുന്നത് മുതലാണ് മേടമാസത്തിൻ്റെ തുടക്കം. സൗരവർഷത്തിൻ്റെ ആരംഭവും ഇത് തന്നെയാകുന്നു. ചാന്ദ്രമാസം ചന്ദ്രൻ്റെ ഗതിക്കനുസരിച്ചാണ് ചാന്ദ്രമാസം നിർണയിക്കുന്നത്. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ അകലുമ്പോഴാണ് ചാന്ദ്രമാസം ആരംഭിക്കുന്നത്. ശുക്ലപക്ഷ പ്രഥമ മുതൽ കറുത്ത പക്ഷം വരെയാണ് ഒരു ചാന്ദ്രമാസത്തിൻ്റെ അളവ്. വൈദിക കാലത്ത് ചാന്ദ്രമാസത്തിന് പ്രചാരമേറിയിരുന്നു. ചന്ദ്രൻ്റെ നക്ഷത്രപ്രവേശനത്തെ ആശ്രയിച്ചാണ് ചാന്ദ്രമാസം നിർവഹിച്ചിരിക്കുന്നത്. അതായത് ചൈത്രമാസം, വൈശാഖം, ജ്യേഷ്ഠ, അവസാനത്തെ ഫാൽഗുനം എന്നിവയാണ് ചാന്ദ്രമാസങ്ങൾ. ചാന്ദ്രമാസത്തിലെ രണ്ടാമത്തെ മാസമാണ് വൈശാഖം. ഈ ദിവസം പുണ്യമാസമായി പുരാണങ്ങൾ പറയുന്നു. മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രതിപദം മുതൽ ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള കാലത്തിനാണ് വൈശാഖമെന്ന് പറയുന്നത്. വൈശാഖ മാസത്തിലെ മൂന്നാമത്തെ ദിനമായ വെളുത്തപക്ഷ തൃതീയ ദിവസത്തെ അക്ഷയ തൃതീയ എന്ന് പറയുന്നു. ഈ ദിവസമാണ് ബലരാമൻ ജനിച്ചത്. കൃതായുഗം ആരംഭിച്ചതും ഈ മാസമാണ്. മഹാഭാരതം അനുസരിച്ച് ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് വനവാസത്തിനിടെ അക്ഷയപാത്രം സമ്മാനിച്ചതും ഈ ദിനമാണ്. പുണ്യയാത്രകൾ ആരംഭിക്കുന്നത് അക്ഷയ തൃതീയ ദിനം മുതലാണ്. അക്ഷയ തൃതീയ ദിനത്തിൽ ലക്ഷ്മി ദേവിയോടൊപ്പം മഹാവിഷ്ണുവിനെ ആരാധിച്ചാൽ കുടുംബത്തിൽ സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കും. വൈശാഖ മാസത്തിലെ മൂന്നാം ദിവസം പുണ്യമാസമായതുകൊണ്ട് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവർ 3 തരത്തിലുള്ള പിതൃതൃണം, ദേവതൃണം, കൃഷിതൃണം എന്നീ കടങ്ങളെ തീർക്കാൻ പാകത്തിന് ദാനധർമാദികൾ അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത്. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ കനകധാര സ്തോത്രം ചൊല്ലി സ്വർണ്ണ നെല്ലിക്കകൾ പൊഴിച്ചത് വൈശാഖ മാസത്തിലെ പുണ്യദിനമായ അക്ഷയ തൃതീയയിലാണ്. സൂര്യചന്ദ്രന്മാർ അവരവരുടെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന ഈ ശുഭദിനത്തിൽ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് പുരാണങ്ങൾ പറയുന്നു. അക്ഷയ തൃതീയ ദിവസം ദാനം ചെയ്യുന്ന വസ്തുക്കളും അതിന് ഇരട്ടിയായി തിരികെ ലഭിക്കുമെന്നാണ് വിശ്വാസം. പിതൃശാപം ദോഷം മൂലം ദുരിതമനുഭവിക്കുന്നവർ അന്ന് പിതൃശ്രാദ്ധം നടത്തി ദോഷമകറ്റി പിതൃപ്രീതി നേടാനും ഈ ദിവസം അനുകൂലമാണ്. അക്ഷയ തൃതീയ ദിവസം വാങ്ങുന്ന സാധനങ്ങൾക്കും മെച്ചപ്പെട്ട ഫലം ലഭിക്കും. വസ്ത്രം, ആഭരണം തുടങ്ങിയ ഏത് വസ്തു ഈ ദിവസം ശേഖരിക്കുന്നുവോ ആ വസ്തുക്കൾ ഒന്നും പിന്നീട് അവർക്ക് കുറവുണ്ടാവുകയില്ല. സ്വർണ്ണാഭരണ രംഗത്ത് അക്ഷയ തൃതീയ ബന്ധപ്പെട്ട് കൂടുതൽ പ്രാധാന്യം വരാൻ കാരണം ഇതാണ്. സത്യസന്ധമായും വസ്തുനിഷ്ഠവുമായ യാഥാർത്ഥ്യങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് സംസ്കാരം. ആചാരങ്ങളും സംഭവങ്ങളും അതാതിൻ്റെ തനിമയോടെ വരും തലമുറയ്ക്ക് വേണ്ടി പകർത്തി സൂക്ഷിക്കേണ്ടതാണ്. ഓരോ തൽപര കക്ഷികൾ അവരവരുടെ വീക്ഷണഗതിക്കനുസരിച്ച് ചില വശങ്ങൾ പെരുപ്പിച്ച് കാണിച്ചും ചിലത് മാത്രം അവതരിപ്പിച്ചും അർത്ഥശൂന്യമായ സത്യങ്ങൾ അവതരിപ്പിച്ചും ചില കിംവദന്തികളുടെ അടിസ്ഥാനത്തിൽ അസത്യങ്ങൾ പറഞ്ഞുകൊണ്ടും ആധുനിക യുഗത്തിലെ സാമാന്യ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു.
നിങ്ങൾക്ക് വിശ്വാസം തോന്നിയ എന്തും നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ചെയ്യുക. വിശ്വാസമാണ് എല്ലാം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് വേണ്ടത്. നിങ്ങൾ കാലാകാലമായി അനുവർത്തിച്ച് അതിൽ സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വർഷം അത് തുടർന്നു കൊണ്ടിരിക്കുക. സംശയം വന്നാൽ ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയിട്ട് വേണം സാംസ്കാരിക കാര്യങ്ങളിൽ ഇടപെടാൻ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.